നാട്ടുപക്ഷികൾ മുതൽ വർണ്ണവൈവിധ്യമാർന്ന വിദേശി പക്ഷികൾ വരെ മസായ് മാരയിലെ ആനകളും മൃഗങ്ങളുമെല്ലാം സമ്മാനിക്കുന്നത് മനോഹര കാഴ്ചകൾ. ഫോർട്ട് കൊച്ചിയിലെ ഡേവിഡ് ഹാൾ ആർട്ട് ഗ്യാലറിയിലാണ് മൈക്കിൾ ഡൊമിനിക്, ഡോക്ടർ ജോസഫ് വർഗീസ്, മാർക്കോസ് വെള്ളാപ്പള്ളി എന്നിവരുടെ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. ഇന്ത്യയിലും വിദേശത്തും സഞ്ചരിച്ചാണ് ദന്ത ഡോക്ടറായ ജോസഫ് വർഗീസ് ചിത്രങ്ങൾ പകർത്തിയത്. ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ പോയി ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഉത്തരാഖണ്ഡ് തൊട്ട് അരുണാചൽ പ്രദേശ്, രാജസ്ഥാൻ, അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. പുറം രാജ്യങ്ങളിൽ ഞാൻ കെന്യ, ടാൻസാനിയ, സൗത്ത് ആഫ്രിക്ക, എത്യോപ്യ, മഡഗാസ്കർ, പിന്നെ സൗത്ത് അമേരിക്കയിൽ കോസ്റ്ററിക്ക, ബ്രസീൽ അവിടെ പോയിട്ടുണ്ട്. ഈ വർഷം ഇനി ഒക്ടോബറിൽ കൊളംബിയയിൽ പോകുന്നുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളിൽ പോയി പല പല പക്ഷികളുടെ പടം എടുക്കാൻ വേണ്ടിയാണ് കൂടുതലും ഞാൻ യാത്ര ചെയ്യുന്നത്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞൊരു വലിയൊരു റെൽമാണ്. കുറേ രീതിയിൽ നമുക്ക് പടം എടുക്കാം. അപ്പം വൈൽഡ് ലൈഫ് ഞാൻ മാമ്മൽസിലും കൂടുതൽ ബേർഡ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബേർഡ്സിൻ്റെ ശരിക്കും ഒരു ഭംഗി കിട്ടണമെങ്കിൽ ഐ ലെവൽ ഷോട്ട്സ് കിട്ടണം. ഈ പടം പോലെ ഐ ലെവൽ ഷോട്ടാണ്. അങ്ങനെ ഐ ലെവൽ ഷോട്ടിൽ കിട്ടാൻ കിളികളെ നല്ല പടങ്ങൾ കിട്ടാൻ നല്ല പാടാണ്. ബിക്കോസ് ഇതെല്ലാം ഡൊമസ്റ്റിക് കിളികളൊന്നുമല്ല, ദേ ആർ ഓൾ വൈൽഡ് ബേർഡ്സ്. അപ്പോൾ അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ചിലപ്പം 3 മണിക്കൂർ കാട്ടിൽ ഒളിച്ചിരുന്ന് അനങ്ങാത്ത രീതിയിൽ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പടമൊക്കെ എടുക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ കാണുന്ന പക്ഷികളുടെ ഫോട്ടോകളാണ് മാർക്കോസ് വെള്ളാപ്പള്ളി പ്രദർശനത്തിനെത്തിച്ചത്. കുമരകം, മാരാരിക്കുളം, ഊട്ടിയിലെ കൂനൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് ചിത്രങ്ങൾ പകർത്തിയത്. കേരളത്തിലെ പക്ഷികൾ മനോഹരമെന്ന് മാർക്കോസ് വെള്ളാപ്പള്ളി പറയുന്നു. ഞാൻ ഇവിടുത്തുകാരനായതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് ഈ നല്ല കിളികളെ കാണാനും നല്ല ഫോട്ടോഗ്രാഫ്സ് എടുക്കാനും അവിടെ ഇവിടെ ഓടി നടക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും നല്ല കിളികൾ കാണും. സൂക്ഷിച്ച് പടം എടുത്താൽ നല്ല പടം കിട്ടുകയും ചെയ്യും. അപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ളത് തന്നെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ നമ്മളെന്നും കാണുന്നതല്ലേ. അപ്പോൾ അതിനെ സാധാരണ നമ്മൾ ഈ കിളികളെയൊക്കെ ഒന്ന് നോക്കി വെച്ചങ്ങ് പോവും. ഇത് ഈ ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോഴത്തേക്കിന് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ ഒബ്സർവ് ചെയ്യും. അപ്പോൾ അതിൻ്റെ പല ഹാബിറ്റ്സും അതിൻ്റെ കളേഴ്സും എല്ലാം കുറച്ചുകൂടെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ ബിഹേവിയറും ഇതെല്ലാം വളരെ ഇൻ്റലിജൻറ്റ് ബീയിങ്സായി കിളികൾ. 8 വർഷമായി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ സജീവമാണ് മൈക്കിൾ ഡൊമിനിക്. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ മണിക്കൂറുകളോളം കാത്തിരുന്നാണ് ചിത്രങ്ങൾ എടുക്കുന്നതെന്ന് CGH എർത്ത് മാനേജിംഗ് ഡയറക്ടറായ മൈക്കിൾ ഡൊമിനിക് പറയുന്നു. നമ്മുടെ ഏഷ്യയിലും ആഫ്രിക്കയിലും കംപ്ലീറ്റ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഉണ്ട്. സോ വി കീപ് ട്രാവലിംഗ്. എല്ലാ കൊല്ലം ഒരു രാജ്യത്ത് പോയിട്ട് അവിടെ ഒരു 2 ആഴ്ച നിന്നിട്ട് പോവും. പിന്നെ എനിക്ക് പ്രത്യേകം പറയാനായിട്ടുള്ളത് ഈ ഞങ്ങൾ ഈ സ്പിറ്റി വാലി പോയിട്ട് ഈ സ്നോ ലെപ്പറിൻ്റെ ഒരു ഫോട്ടോഗ്രാഫി ചെയ്യാനായിട്ട് ഒരു എക്സ്പെഡിഷന് പോയിരുന്നു. ഒരു 12 ദിവസം. അവിടുത്തെ ടെമ്പറേച്ചർ ഒരു -20 ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്. ബട്ട് ഈ 12 ദിവസം കഴിഞ്ഞിട്ട് ദ റിസൾട്ട്സ് ആ വെരി അതായിരുന്നു എൻ്റെ ഒരു റിവാർഡ്. നമുക്ക് ആ പിക്ചേഴ്സ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഉള്ള ഒരു സന്തോഷം. കേരളത്തിലെ തട്ടേക്കാട് മുതൽ കെനിയയിലെ മസായ് മാര വരെയുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പക്ഷികളുടെയും മൃഗങ്ങളുടെയും ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് രജീഷ് ഭാസ്കറിനോടൊപ്പം റിപ്പോർട്ടർ PT മുഹമ്മദ് ജസീം, റിപ്പോർട്ടർ, കൊച്ചി.